ഇക്കയുടെ ആ ഒരു മുഷടത്തരം കുറച്ച് ഇഷ്ടമാണ്. ആ നല്ല മുഷടത്തരമാണ് അത്. എനിക്ക് ഇക്കയിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി എന്താണെന്നറിയോ? നിങ്ങൾ എത്ര വലിയ ആളായിക്കോട്ടെ ഇക്കയ്ക്ക് പറയേണ്ടത് മുഖത്തൂക്കി പറയും. അതിനിപ്പോ ഇക്കത് അയ്യോ അവരോട് നമ്മളത് പറഞ്ഞ അത് പിന്നെ നമ്മൾ അങ്ങനെ മറച്ചു വെക്കുക അങ്ങനെയൊന്നുമില്ല. ഇക്ക തുറന്നടിച്ചു പറയും. അപ്പൊ നമ്മുടെ ഉർവശി ചേച്ചി ഈ ക്യാരക്ടർ നമുക്ക് മറക്കാനേ കഴിയാത്തൊരു ക്യാരക്ടർ അല്ലേ? ആ സത്യം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനും അതായിട്ട് റിലേറ്റഡ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. കണ്ടുമുട്ടിയ ദിവസം, ഇഷ്ടം പറഞ്ഞ ദിവസം, പിണങ്ങിയ ദിവസം, അങ്ങനെ എല്ലാ കാര്യവും ഓർത്ത് വെക്കുന്നത് ആരാ? ഞാനാണ് മെയിൻ. ഉർവശിയാണോ ഇതിലെ? ഒബ്വിയസ്ലി. അന്ന് എന്നോട് എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ അങ്ങനെ പറയുന്നില്ല. ഒരാഴ്ചന്റെ ഉള്ളിൽ എന്തൊക്കെ പറയാൻ സമയം കിട്ടിയത് ഞാൻ ആലോചിക്കുന്നത്. ഒരാഴ്ചന്റെ ഉള്ളിൽ അന്ന് രാത്രികളിലൊക്കെ ഫുൾ ടൈം സംസാരിക്കും. രാവിലെ വരെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഫോണില്. പിന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല ഇതുപോലെ തന്നെ ഇടയ്ക്കിടക്ക് ഞാൻ പറയും അന്ന് ഇക്ക അങ്ങനെ പറഞ്ഞില്ല, അപ്പൊ അവള് തുടങ്ങി. നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല കേട്ടോ. എപ്പോഴേലും ഷംനയുടെ കാര്യത്തിൽ ഇക്കയോ അല്ലെങ്കിൽ ഇക്കയുടെ കാര്യത്തിൽ ഷംനയോ മറന്നുപോയിട്ട് സീനായിട്ടുള്ള രസകരമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ മാരേജ് ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവം മറന്നുപോയി പുള്ളിക്കാരൻ ഭയങ്കര ബിസി മാൻ ആണല്ലോ. ഷംന താത്ത ഓൾസോ ബിസിയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മറന്നു പോവാം? ഇല്ല, ഞാനങ്ങനെ മറക്കുകയില്ല. കാരണം ഞാൻ എല്ലാം മെമ്മറബിൾ ലൈക്ക് ഓർത്ത് വെക്കുന്ന ഒരാളാണ്. നോമ്പ് സമയത്തായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു ദിവസം. മെയ് 6th ഞാനും ഇക്കും ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ ഇക്കത് ഓർത്തില്ല. ഞങ്ങൾ ആരും അങ്ങനെ അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലവർ പിടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്, ചെറിയൊരു ഫ്ലവർ പിടിച്ചിട്ട്. അപ്പം പെട്ടെന്ന് നോമ്പൊക്കെ മുറിച്ചു കഴിഞ്ഞ് കുറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വേഗം ഫ്ലവർ ഒക്കെ കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ കൊടുത്തപ്പോ ഇക്കയ്ക്ക് ആകെ അതൊരു ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. പിന്നെ ഇക്ക അങ്ങനെ മറന്നിട്ടൊന്നുമില്ല, എല്ലാം ഓർത്ത് ചെയ്യുന്ന കൂട്ടാ. ഓക്കെ. അപ്പൊ വാലന്റൈൻസിന്റെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ 7ാം മാസത്തിന് വന്ന സമയം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. വാലന്റൈൻസ് ഡേ ആയിട്ടില്ല, ഫെബ്രുവരി 14 സെലിബ്രേറ്റ് ഒന്നുമില്ല, വീട്ടിലായിരുന്നു. ഞാൻ 12th ദുബായിൽ പോകുന്നത് എന്റെ 7ാം മാസം കഴിഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വീട്ടിലെത്തിയപ്പോ എന്നെ കൂട്ടാൻ വന്നത് എന്റെ സിസ്റ്ററിന്റെ മോനായിരുന്നു. അപ്പൊ ഇവൻ ഇങ്ങനെ ലിഫ്റ്റിന്റെ അവിടെ നിന്ന് പറയാം പോ ചിന്നാട്ടി പോന്ന് പറയുമ്പോ ഇവൻ ബാക്കിൽ ഫോണിൽ എന്തൊക്കെയോ ചെയ്യണ്ടോ. ഞാൻ നീ എന്തെങ്കിലും വേഗം വാന്നൊക്കെ പറയുന്നത് ഞാൻ വേഗം ഡോർ തുറന്ന് നോക്കുമ്പോ ഫുൾ ബലൂൺ ഒക്കെ ഡെക്കോർ ചെയ്തിരിക്കുകയായിരുന്നു. സർപ്രൈസ് തരുന്ന കൂട്ടാണോ? സർപ്രൈസ് തരും. നമ്മൾ വിചാരിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വരിക. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊക്കെ വാങ്ങിക്കില്ല. നമ്മൾ വിചാരിക്കാണ്ടൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുതരിക. സ്പെഷ്യൽ ഡേ എന്നൊന്നും ഇല്ല അതിന്. നമുക്ക് ഒന്നുകൂടി ഉണ്ട്, അതുകൂടി വായിക്കാം. ഒരെണ്ണല്ലേ ഉള്ളൂ, അപ്പൊ എനിക്ക് എടുക്കാലോ. ടോവിനോ എത്ര ഉമ്മ വെച്ചെന്നാണോ?